ഇതിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ 34-ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം ഖൈബർ യുദ്ധത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിശുദ്ധ മക്കയിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് ഫ്രാൻസിൽ പാരീസിലാണുള്ളത്. ഇവിടെ വെച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് വിശുദ്ധ മക്കയിൽ ഉംറ കർമ്മം നിർവഹിക്കുന്ന ഭാഗങ്ങളും അതുപോലെ മോത്തത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത്. തൽക്കാലം ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോ വീഡിയോയും നിങ്ങൾ തുടർച്ചയായി കാണണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ 34-ാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു. ഹുദൈബിയ സന്ധി പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2000 സഹാബത്തും മക്കയിലെത്തി. മുസ്ലിങ്ങൾ ഹറം ഷരീഫിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഖുറൈശികൾ പട്ടണം വിട്ടു. അവർ മലമുകളിൽ തമ്പുകെട്ടി താമസമാക്കി. ഇനി 3 ദിവസം അവിടെയാണ് താമസം. അവിടെ നിന്ന് നോക്കിയാൽ ഹറമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിൽ കാണാം. കിഴക്ക് ഭാഗത്തു കൂടി മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിക്കുന്നു. ഖുറൈശികൾ മലമുകളിൽ ഇരുന്ന് ആ കാഴ്ച കാണുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്യുന്നു. അത്യുച്ചത്തിൽ ചൊല്ലിക്കൊണ്ടാണ് അവർ വരുന്നത്. എന്തൊരാവേശം! ജീവിതവും മരണവും അള്ളാഹുവിൽ അർപ്പിച്ച സത്യവിശ്വാസികളുടെ വിളിയാണത്. 7 വർഷങ്ങൾക്ക് ശേഷം കഅബാലയം വീണ്ടും കാണുന്നു. അവർ പരസ്പരം മറന്നുപോയി. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമുഖത്ത് ആദ്യമായി പണിയുയർത്തപ്പെട്ട ഭവനം. നബിതങ്ങൾ ഹറമിൽ പ്രവേശിച്ചു. പ്രവാചകനെ നോക്കിക്കൊണ്ട് സ്വഹാബത്ത് ഉംറയുടെ കർമ്മങ്ങൾ പഠിക്കുന്നു. എല്ലാവരും ഇഹ്റാമിന്റെ വേഷത്തിലാണ്. ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ചുമലിലും. മസ്ജിദുൽ ഹറമിലെത്തിയ ഉടനെ തൻ്റെ മേൽമുണ്ട് ഇൽത്തിബാ രൂപത്തിൽ ധരിച്ചു. പൂണൂൽ ധരിക്കുന്നത് പോലെ മേൽമുണ്ട് ധരിക്കുക. മേൽമുണ്ടിൻ്റെ 2 അറ്റവും ഇടത്ത് തോളിൽ ആയിരിക്കും. മേൽമുണ്ടിൻ്റെ മധ്യഭാഗം വലത് കക്ഷത്തിനടിയിലും. ഹജറുൽ അസ്വദിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തവാഫ് തുടങ്ങി. ആദ്യത്തെ 3 ചുറ്റിലും കാലുകൾ അടുപ്പിച്ചു വച്ച് ധൃതിയിൽ നടന്നു. അങ്ങനെ വേഗം നടക്കുന്നതിന് റംല് നടത്തം എന്ന് പറയുന്നു. ഹാജിമാർ ഇർത്തിബാ വേഷം ധരിക്കുകയും റംല് നടക്കുകയും വേണം. 3 ചുറ്റിലും റംല് നടത്തം കഴിഞ്ഞു. പിന്നെ 4 ചുറ്റ് സാധാരണഗതിയിൽ നടന്നു. റംല് നടത്തം ഒരു ശക്തി പ്രകടനമായിരുന്നു. മദീനയിൽ കിടന്ന് പനി പിടിച്ചും പട്ടിണി കിടന്നും ദുർബലരായ പേക്കോലങ്ങളല്ല ഈ വന്നിരിക്കുന്നതെന്ന് ഖുറൈശികളെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നടന്നത്. 2000 മുസ്ലിങ്ങളുടെ ശക്തി പ്രകടനം. ഉത്കണ്ഠയോടെ അത് നോക്കി നിൽക്കുന്ന ഖുറൈശികൾ. അവർ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലാണ്. അവരുടെ ധാരണകൾ തിരുത്തപ്പെട്ടു. ഇത് വെറും പേക്കോലങ്ങളല്ല. തവാഫ് പൂർത്തിയാക്കിയ ശേഷം മുസ്ലിങ്ങൾ സഫ മലയിലേക്ക് നീങ്ങി. സഫയിൽ നിന്നും മറവയിലേക്ക്, മറവയിൽ നിന്നും സഫയിലേക്ക് 7 തവണയാണ് സഅയ്. അത് പൂർത്തിയാക്കി മറവയിൽ വെച്ച് ബലിയറുത്തു, തലമുണ്ടനം ചെയ്തു. ഉംറ കഴിഞ്ഞു. അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയായി. എന്തൊരാശ്വാസം! തങ്ങൾ മക്കയിൽ എത്തിയെന്നും ഉംറ നിർവഹിച്ചുവെന്നും വിശ്വസിക്കാനാകുന്നില്ല. മർദ്ദനങ്ങളില്ലാത്ത മക്കയോ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എവിടെ അബൂജഹലിൻ്റെ അട്ടഹാസങ്ങൾ, ഉമയ്യത്തിൻ്റെ ഭീഷണികൾ, 7 വർഷങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ? എന്തേ ബിംബങ്ങൾ നോക്കി നിൽക്കുന്നു? തലമുറകൾ ആരാധിച്ചു വന്നത് നിങ്ങളെയല്ലേ? നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലേ? തൗഹീദിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവോ? ലാത്തയുടെയും ഉസ്സയുടെയും കാലം കഴിയാറായി. ബിംബങ്ങളില്ലാത്ത കഅബാലയം വരാറായി. കഅബാലയത്തിന് ചുറ്റും സഹാബികൾ. അവരുടെ ചുണ്ടുകൾ ദിക്റുകളാൽ ചലിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം നടക്കുന്നു. 3 നാൾ ഈ വിശുദ്ധ ഭവനത്തിൽ കഴിയാം. പിറ്റേ ദിവസം നബിതങ്ങൾ കഅബാലയത്തിനകത്ത് പ്രവേശിച്ചു. ളുഹർ നിസ്കാരത്തിന്റെ സമയം വരെ അവിടെ തന്നെ ഇരുന്നു. കഅബാലയത്തിന്റെ മുകൾ തട്ടിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. ആ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങിക്കേട്ടു. നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന വിളി, വിജയത്തിലേക്കുള്ള വിളി. ഖുറൈശികളെല്ലാം കാണുന്നു, കേൾക്കുന്നു. പലരുടെയും മനസ്സിളകുന്നു. തങ്ങൾ കരുതിയതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മായാചാരക്കാരനല്ല, മാരണക്കാരനല്ല. ഏകനായ അള്ളാഹുവിൻ്റെ ദാസൻ തന്നെ, സത്യവുമായി വന്ന റസൂൽ തന്നെ. പലർക്കും അങ്ങനെ തോന്നി. 2000 സത്യവിശ്വാസികൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി അണിനിരന്നു. വെയിൽ കത്തിപ്പടർന്ന ഭൂമിയിൽ അവർ അണിയൊപ്പിച്ചു നിന്നു.
അതൊരു മനോഹരമായ കാഴ്ച തന്നെ. ഒരു ഇമാമിൻ്റെ കീഴിൽ 2000 പേരുടെ നിസ്കാരം. അബൂ ഖുബൈസ് മലയിൽ പലരുടെയും കൽബുകൾ കോരിത്തരിക്കുകയായിരുന്നു. തോളോട് തോൾ ചേർന്നുള്ള നിൽപ്പ്, റുക്കൂ, സുജൂദ് എല്ലാം വിസ്മയാവഹമായ കാഴ്ചകൾ. സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുള്ള ആരാധന. മനുഷ്യനെ ഇത്ര വിനീതനാക്കാൻ മറ്റെന്തിനാണ് കഴിയുക? മക്കയിൽ 3 ദിവസങ്ങൾ മുഹാജിറുകൾ മക്കയിലെ തെരുവുകളിലൂടെ നടന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ജന്മനാട് 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. രാത്രിയുടെ അന്ധകാരത്തിൽ ഒളിച്ചോടിപ്പോയതാണ്. ഇന്നിതാ ഈ പകൽ വെളിച്ചത്തിൽ ഇവിടെ വന്നു നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ക്ഷമാശീലർക്ക് നൽകിയ അനുഗ്രഹം. പിൻഗാമികൾ ഇത് ചിന്തിക്കട്ടെ, പാഠം ഉൾക്കൊള്ളട്ടെ. മൈമൂന റളിയല്ലാഹു അൻഹ വിവാഹിതയാവുന്നതും ഈ അവസരത്തിലാണ്. അബ്ബാസ് റളിയല്ലാഹുവിന് ആയിരുന്നു മൈമൂനയെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ചുമതല. അബ്ബാസ് റളിയല്ലാഹു നബി തങ്ങളോട് മൈമൂനക്ക് പ്രവാചക പത്നി എന്ന പദവി നൽകാൻ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ സഹായിച്ച തൻ്റെ പ്രിയപ്പെട്ട പൃഥിവ്യൻ്റെ ആഗ്രഹം മാനിച്ച് വിവാഹത്തിന് തയ്യാറായി. മൈമൂന റളിയല്ലാഹു അൻഹ ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ഭാര്യയായി. ഉടമ്പടി അനുസരിച്ച് 3 ദിവസം കഴിഞ്ഞു. മുസ്ലിങ്ങൾ മക്കയോട് യാത്ര പറഞ്ഞു. സെരിഫ എന്ന സ്ഥലത്ത് വെച്ച് മൈമൂന റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വാഹനത്തിൽ കയറി. മക്കക്കാരുടെ ധീരനായകനാണ് ഖാലിദ് ബിൻ വലീദ്. പ്രവാചകന്റെയും അനുയായികളുടെയും 3 ദിവസത്തെ ചലനങ്ങൾ ഖാലിദിന്റെ മനസ്സിനെ പിടിച്ചു കുലക്കി. ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികളെ വിജയത്തിലേക്ക് നയിച്ച ഖാലിദ് ആയിരുന്നു. പ്രവാചകനും അനുയായികൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ വരുത്തിവെച്ചു. ഇപ്പോഴാണ് പ്രവാചകൻ ഒരു നാശക്കാരനല്ലെന്ന് മനസ്സിലായത്. താഴ്ചയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ്, ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പര്യായം. എനിക്ക് മുഹമ്മദിനെ മനസ്സിലായി. മുഹമ്മദ് ആഭിചാരക്കാരനല്ല, കവിയല്ല, സത്യപ്രവാചകൻ തന്നെ. മുഹമ്മദ് പറയുന്നത് ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ തന്നെ. ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഖാലിദിൻ്റെ പ്രഖ്യാപനം ഖുറൈശികളെ ഞെട്ടിച്ചു. അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്ത് ചാടിയിറങ്ങി. ഖാലിദ്, താങ്കൾ അവിവേകം കാണിക്കരുത്. ഖുറൈശികൾക്കിടയിൽ താങ്കൾക്കുള്ള പദവി എന്താണെന്ന് ഓർമ്മ വേണം. താങ്കളുടെ ധീരമായ നേതൃത്വം ഞങ്ങൾക്കിനിയും ആവശ്യമാണ്. ഞാൻ സത്യവിശ്വാസം കൈക്കൊണ്ടു വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പോകുന്നു. മാലിന്യം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇനി ഞാൻ മടങ്ങുകയില്ല. ഖാലിദിൻ്റെ സ്വരം ദൃഢമായിരുന്നു. അപ്പോൾ അബൂ സുഫിയാന്റെ സ്വരം ഉയർന്ന്, ഖാലിദ്, ഈ നീക്കം നല്ലതല്ല. നീ പിന്തിരിയണം, അല്ലെങ്കിൽ നിന്നെ വധിക്കാനും ഞങ്ങൾ മടിക്കില്ല. മരണം, വധം, ഇനി അതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഖാലിദ് പഴയ വിശ്വാസം കൈവെടിഞ്ഞു. ഖുറൈശികളുടെ ശക്തി കൊഴിഞ്ഞു പോവുകയാണ്. ഖാലിദിൻ്റെ ധീരത കണ്ട് പുളകം കൊണ്ട ഒരു കൂട്ടം ആളുകൾ മക്കയിലുണ്ടായിരുന്നു. ഖാലിദിൻ്റെ ഇസ്ലാം മതാശ്ലേഷം അവരെ ആവേശം കൊള്ളിച്ചു. അവർ കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചു. തങ്ങളുടെ ശക്തി ദുർബലമാകുന്നു, പിടിച്ചു നിൽക്കാൻ പ്രയാസം. ഖാലിദിനെ പോലുള്ളവരുടെ മനംമാറ്റം മക്കയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിലേക്ക് കുതിച്ചു. നബി തങ്ങളെയും സഹാബത്തിനെയും ഏറെ സന്തോഷിപ്പിച്ച സംഭവമായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ്. മുഹാജിറുകളും അൻസാറുകളും ഉംറ നിർവഹിച്ച സന്തോഷത്തിലാണ്. 7 വർഷങ്ങൾക്ക് മുമ്പത്തെ മർദ്ദനത്തിൻ്റെ നാളുകൾ അവരുടെ ഓർമ്മയിലുണ്ട്. ഖുറൈശികളുടെ ശക്തി വളരെയേറെ ചോർന്നുപോയിരിക്കുന്നു എന്നവർക്കും മനസ്സിലായി. ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് കൂടിയിരിക്കുന്നു. ഏകനായ അള്ളാഹുവിൻ്റെ ദീൻ അറേബ്യയിലുടനീളം പ്രചരിക്കുമെന്ന് അവർക്കറിയാം. അത് കാണാൻ കണ്ണുകൾ കൊതിയോടെ കാത്തിരിക്കുന്നു. ഗസാനിലെ പൗരപ്രമുഖനായിരുന്നു ഷുറൈഹിബീൽ. ബസ്രയിലെ ഗവർണറെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി പോയ ദൂതനായിരുന്നു ഹാരിസ് ബിൻ ഉമൈർ. ആ ദൂതനെ ഷുറൈഹിബീൽ വധിച്ചു കളഞ്ഞു. അതിന് പ്രതികാരമായിട്ടാണ് മുഅത്ത യുദ്ധം നടന്നത്. ഹിജ്റ 8-ാം വർഷം ജമാദുൽ അവലിൽ മൂത്തയിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെടുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ യുദ്ധമാണിത്. അറേബ്യയിലെ ഏതെങ്കിലും ഗോത്രമായിട്ട് നടക്കുന്നത് പോലെയുള്ള യുദ്ധമല്ല, ഒരു വൻ ശക്തിയോട് ഉള്ള ഏറ്റുമുട്ടലാണ്. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ് സൈന്യത്തെ നയിക്കുന്നത്. 3000 അംഗങ്ങളാണ് സൈന്യത്തിലുള്ളത്. വളരെ വികാരഭരിതമായിരുന്നു അവരുടെ യാത്രയയപ്പ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ പതാക കൊടുത്തുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഈ സൈന്യത്തെ നയിക്കും.
ഘോരമായ യുദ്ധത്തിൽ സെയ്ദിന് അപായം സംഭവിച്ചാൽ ആ സൈന്യത്തിന്റെ നേതൃത്വം ജാഫർ ബിൻ അബീ ത്വാലിബ് ഏറ്റെടുക്കണം. ജാഫറിന് അപായം സംഭവിക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ സൈനിക നേതൃത്വം ഏറ്റെടുക്കണം. അദ്ദേഹത്തിനും അപായം സംഭവിച്ചാൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം. 3 സൈന്യാധിപന്മാരെ പ്രവാചകൻ തന്നെ നിയോഗിച്ചിരിക്കുന്നു. 3 പേർക്കും അപായം സംഭവിക്കുമെന്ന സൂചനയും ആ വാക്കുകളിൽ തന്നെയുണ്ട്. രക്തസാക്ഷിത്വത്തിൻ്റെ വികാരവുമായിട്ടാണ് അവർ പുറപ്പെടുന്നത്. സമീപകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിലുണ്ട്. നബി തങ്ങൾ സൈന്യത്തോടൊപ്പം കുറേ ദൂരം സഞ്ചരിച്ചു. സനീയത്തുൽ വദാ വരെ പ്രവാചകൻ അവരെ പിന്തുടർന്നു. നബി തങ്ങൾ അവരെ വീണ്ടും ഉപദേശിച്ചു. നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ശത്രുക്കളുമായിട്ടാണ് നിങ്ങൾ പോരാടാൻ പോകുന്നത്. ധീരമായി പോരാടുക. മഠങ്ങളിൽ സന്യസിക്കുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആക്രമിക്കരുത്. വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. കെട്ടിടങ്ങൾ പൊളിക്കരുത്. അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. സെയ്ദ് റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്നിവരെ പ്രവാചകനെ നോക്കി സലാം ചൊല്ലി സൈന്യം നീങ്ങി. മുസ്ലിം സൈന്യം വരുന്നുണ്ടെന്ന് സിറിയക്കാർ അറിഞ്ഞു. അവർ സമീപ ഗോത്രക്കാരെല്ലാം സംഘടിപ്പിച്ചു. ഹിറാക്ലിയസ് രാജാവ് 1,00,000 സൈന്യത്തെ അയച്ചു കൊടുത്തു. ഗോത്രക്കാരെല്ലാം കൂടി 1,00,000-ൽ പരം സൈന്യത്തെ അയച്ചു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന വൻ സൈന്യത്തെ നേരിടാൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള 3000 പേരടങ്ങുന്ന സൈന്യം എന്ത് ചെയ്യണമെന്നറിയാതെ മുസ്ലിം സൈന്യം അല്പം വിഷമിച്ചു. പ്രവാചകനെ വിവരം അറിയിക്കാം. ശത്രുക്കളുടെ എണ്ണം എത്രയോ ഇരട്ടിയാണെന്നറിയാം. പോഷക സൈന്യത്തെ അയച്ചു തരും. അങ്ങനെ ഒരു ആലോചന. മൂത്ത രണാങ്കണം അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. പ്രവാചകൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. മുസ്ലിങ്ങൾ ഇത്രയും വലിയൊരു സൈന്യത്തെ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല. മലവെള്ളം പോലെ പരന്നു കിടക്കുകയാണ് ശത്രു സൈന്യം. പ്രവാചകനാണെങ്കിൽ കൂടെയില്ല. എന്തു വേണം? പ്രവാചകരുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുക. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ വീര രക്തസാക്ഷിത്വം. ബദറിൽ 313 പേർ 1000-ഓളം ആളുകളെ നേരിട്ടു. ശത്രുക്കൾ 3 ഇരട്ടിയാണ്. ഇവിടെ എത്രയോ ഇരട്ടിയാണ്. ഒരു മുസ്ലിം ഭടൻ 80-ൽ പരം ശത്രുക്കളെ നേരിടണം. വിചിത്രമായ അനുപാതം. സത്യവിശ്വാസികളുടെ മനസ്സുകൾ ഭക്തി നിർഭരമായി. സർവവും അള്ളാഹുവിൽ അർപ്പിച്ചു. ജീവിതവും മരണവും പിന്നെ ഒരു മുന്നേറ്റം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വൻ സൈന്യത്തിന്റെ മധ്യത്തിലേക്കാണ് അവർ പാഞ്ഞു കയറിയത്. പടവാൾ വീശിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ മുന്നേറുന്നു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ നൽകിയ പതാകയുമായി അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നിരവധി ശത്രുക്കളെ വെട്ടിവീഴ്ത്തി. ശത്രുക്കൾ കുന്തങ്ങളുമായി പാഞ്ഞെടുത്തു. ആ പുണ്യ ശരീരത്തിൽ ആഞ്ഞുകുത്തി. കുന്തം കൊണ്ടുള്ള നിരവധി കുത്തുകൾ, മാരകമായ മുറിവുകൾ. രക്തത്തിൽ കുളിച്ചു. ശക്തി ക്ഷയിച്ചു. ശരീരം തളർന്നു. കുഴഞ്ഞു വീഴുകയാണ്. പതാക ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. തൻ്റെ ധീര പോരാട്ടങ്ങൾ കൊണ്ട് നിരവധി രണഭൂമികളെ രോമാഞ്ചമണിയിച്ച സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിൽ രക്തസാക്ഷിയായി. ഇസ്ലാമിക ചരിത്രത്തിൽ അനശ്വരനായി. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നു. ശത്രുക്കളുടെ 1000-കണക്കിന് പടവാളുകൾ അദ്ദേഹത്തിന് നേരെ നീണ്ടുവന്നു. പതാകയുമായി മുന്നേറുകയാണ്. മിന്നൽ വേഗത്തിൽ ശത്രുക്കളെ വെട്ടുന്നു. വലത് കൈയിൽ പതാക ഉയർത്തിപ്പിടിച്ചു. ആ കൈക്ക് വെട്ടേറ്റു. സർവശക്തിയും ഉപയോഗിച്ചാണ് ക്രൂരനായ ശത്രു വെട്ടിയത്. വലതു കൈ അറ്റു തൂങ്ങിപ്പോയി. പെട്ടെന്ന് പതാക ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ഏറെ കഴിഞ്ഞില്ല, ഇടത് കൈക്കും ശക്തിയായി വെട്ടേറ്റു. ആ കൈ മുറിഞ്ഞുപോയി. പതാക താഴെയിട്ടില്ല, കക്ഷത്ത് ഉറുക്കിപ്പിടിച്ചു. കൈകളില്ലാത്ത ശരീരത്തിൽ തുരുതുര വെട്ടുകൾ വീണു. ഒരു മനുഷ്യ ശരീരം വെട്ടി നുറുക്കപ്പെടുന്നു. ശക്തി ചോർന്നുപോയി. താഴെ വീഴും മുമ്പേ പതാക അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന് കൈമാറി. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പതാകയുമായി മുന്നേറി. തൻ്റെ മുൻഗാമികൾ വീര രക്തസാക്ഷികളായി. തനിക്കും അവരെ പിന്തുടരണം, രക്തസാക്ഷിയാകണം. അതിനു മുമ്പേ കുറെ ശത്രുക്കളെയെങ്കിലും തുരത്തണം. എന്തൊരു വാൾ പ്രയോഗം! വരുന്ന വഴിയിൽ ശത്രുക്കൾ പിന്മാറുന്നു. വെട്ടേറ്റവർക്ക് കണക്കില്ല. യുദ്ധചരിത്രത്തിലെ അത്ഭുതകരമായ രംഗങ്ങളാണ് മുഅ്ത രണാങ്കണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിലേക്കുള്ള ആവേശകരമായ ഓട്ടം. എന്തൊരു വേഗമാണിത്! കുന്തങ്ങളും വാളുകളും അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ മുറിവുണ്ടാക്കി. ശരീരത്തിൽ വെട്ടുകൾ വീഴുന്നു. ഇടതും വലതും കൈകൾ വെട്ടേറ്റു. രക്തം വാർന്നൊഴുകി. മറഞ്ഞു വീഴുകയാണ്. ഏറെ മോഹിച്ച രക്തസാക്ഷിത്വം. പതാക നിലത്ത് വീഴും മുമ്പേ ഉഖ്ബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൈവശമാക്കി.
അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ അല്പം വെള്ളവുമായി ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപം ഓടിയെത്തി. അദ്ദേഹം മരണവുമായി മല്ലിടുകയായിരുന്നു. താങ്കൾ അല്പം വെള്ളം കുടിക്കൂ. അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഞാൻ നോമ്പുകാരനാണ്. നോമ്പ് തുറക്കുന്ന സമയം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം, അല്ലെങ്കിൽ നോമ്പുകാരനായിക്കൊണ്ട് തന്നെ ഞാൻ പോകട്ടെ എൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്ക്. ആ ധീരസേനാനി മരണത്തിലേക്ക് അതിവേഗം നീങ്ങുകയായിരുന്നു. യുദ്ധം പിന്നെയും തുടർന്നു. ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കണം. നേതാക്കൾ മരിച്ചു വീണു. പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആരാണ് സന്നദ്ധരാവുക? എല്ലാവരും ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് പരന്നു, യുദ്ധം നിന്നു. ഇനി നാളെ. ധീരനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഉഹദിൽ വെച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധതന്ത്രം നാം കണ്ടതാണ്. ശക്തി കൊണ്ടല്ല, തന്ത്രം കൊണ്ട് ജയിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു. ആ രാത്രിയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചു. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം സൈന്യത്തെ അത്ഭുതകരമായ രീതിയിൽ വിന്യസിച്ചു. മുൻനിരകളിൽ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അങ്ങനെ ഏതാനും നിരകൾ, പിൻനിരയിൽ വളരെ നീളത്തിൽ സൈനികരെയും വിന്യസിച്ചു. ശത്രുക്കൾ രാവിലെ വന്നു നോക്കുമ്പോൾ വളരെ ഭീകരമായ കാഴ്ചയാണ് കണ്ടത്. വളരെ നീളമുള്ള മുസ്ലിം നിര. ഇന്നലെ ഇതിൻ്റെ 10-1 പോലുമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയേറെ സൈന്യങ്ങൾ വന്നുവോ? മദീനയിൽ നിന്നും 10,000 വന്നതുപോലെ തോന്നി. ഇന്നലത്തെ പരാക്രമങ്ങൾ ശത്രുക്കളെ ഭീതിപ്പെടുത്തിയിരുന്നു. വെട്ടേൽക്കും തോറും മുന്നോട്ട് കുതിക്കുന്ന നേതാക്കൾ, മുറിവ് പറ്റിയാൽ അതും കൊണ്ട് ഓടുന്ന സൈനികരെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. സൈന്യാധിപന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലായിരുന്നു. യുദ്ധം നിയന്ത്രിച്ചിരുന്നത് റോമക്കാരുടെയും മറ്റും അറിവ്. ഇവിടെ അതല്ല കണ്ടത്. സൈന്യാധിപന്മാർക്ക് ആദ്യം മരിക്കണം. ഇതെന്തൊരു ജനത! അങ്ങനെയുള്ള 10,000 അവരോട് ഏറ്റുമുട്ടിയാൽ റോമൻ സൈന്യം നാമാവിശേഷമാകും. തൽക്കാലം പിന്മാറുന്നതാണ് യുക്തി. സൈനിക നേതാക്കൾ കൂലിയാചോലന നടത്തി പിന്മാറാൻ തീരുമാനിച്ചു. കൽപ്പന കിട്ടേണ്ട താമസം. സൈന്യം പിന്മാറി തുടങ്ങി. പിന്തിരിഞ്ഞോടുമ്പോൾ മുസ്ലിം സൈന്യം പിന്നിൽ നിന്നും ആക്രമിക്കുമോ എന്ന് ഭയം. അതോടെ ഓട്ടത്തിന് വേഗം കൂടി. മുസ്ലിം സൈന്യം നിന്നെടുത്ത് തന്നെ നിന്നു. ശത്രുക്കളുടെ പലായനം അവരെ അതിശയിപ്പിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ മുൻഭാഗത്ത് മാത്രം 90-ൽ പരം മുറിവുകളുണ്ടായിരുന്നു. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ഒരുമയോടെ മുന്നേറിയാൽ അത്ഭുതകരമായ മാർഗത്തിലൂടെ അള്ളാഹു സഹായിക്കുമെന്ന മഹത്തായ പാഠമാണ് മൗത്താ യുദ്ധത്തിൽ നിന്നും പഠിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമില്ലെങ്കിലും സത്യവിശ്വാസികൾക്ക് തക്ക സമയത്ത് സഹായമെത്തും. പിൽക്കാല തലമുറക്കാർ അങ്ങനെയൊരു പാഠം കൂടി മൗത്താ യുദ്ധത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ 34-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മൊത്തത്ത് യുദ്ധ രണാങ്കണം, മൊത്തത്ത് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. മൊത്തത്ത് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മാറ്റത്തിന്, പ്രത്യേകിച്ച് ബൈസന്റൈൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ മൊത്തത്ത് യുദ്ധം ലോകശക്തിയായി ഇസ്ലാമിനെ വളർത്താൻ വളരെ സഹായിച്ച ഒരു യുദ്ധമാണ്. അടുത്ത വീഡിയോയിലൂടെ മക്കം ഫതഹിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.